ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത്. ഏകദേശം നമ്മുടെ CCNA ക്ലാസ് ലാസ്റ്റ് നമ്മൾ നിർത്തിയത് VLSM സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ഒരു സബ്നെറ്റ് വെച്ചിട്ടുള്ള പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ലാബായിരുന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തത് എന്താണ് റൂട്ടർ, അതിൻ്റെ ബേസിക് കാര്യങ്ങൾ, CCNA കോഴ്സിൻ്റെ ബേസിക് കാര്യങ്ങൾ, IP അഡ്രസ്സ്, റൂട്ടിങ്, അതുപോലെ തന്നെ സബ്നെറ്റിംഗ്. ഇത് ശരിക്കും ഇത്രയും കാര്യങ്ങൾ ഒരു ബേസായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണെന്ന് പറയാം. ഇനി വരുന്ന ടോപ്പിക്കുകളൊക്കെ ഈ റൂട്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട് റൂട്ടിങ്ങിന് ശേഷം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു ബേസിക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി നമ്മൾ എന്താണ് ആക്സസ് ലിസ്റ്റ്, ഒരു പുതിയൊരു ടോപ്പിക്കാണ് ആക്സസ് ലിസ്റ്റ് എന്നുള്ളത്. ഈ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ACL എന്ന് വിളിക്കും. ഇതെല്ലാം ഇനിയുള്ള ലാബുകളെല്ലാം റൂട്ടിങ്ങിന് ശേഷം വരുന്നതാണ്. റൂട്ടിംഗ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എൻ്റെ ലാബുകളിലൊന്നും റൂട്ടിംഗ് ഉൾപ്പെടുത്തില്ല. ഒരു ലാബ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതിൽ ഞാൻ റൂട്ടിംഗ് ചെയ്തിട്ടുണ്ടാവും. അത് ഫുൾ കണക്ടിവിറ്റി ഉള്ള ഇതായിരിക്കും. ഓക്കെ. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ സർവറിൻ്റെ ക്ലാസ്സുകൾ കൂടി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മൈക്രോസോഫ്റ്റിൻ്റെ സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മൾ സർവർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വീഡിയോസ് ഉണ്ട്. അതുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നെറ്റ്വർക്കിംഗ് കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ ആകും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ആക്സസ് കൺട്രോൾ ലിസ്റ്റ് അല്ലെങ്കിൽ അഥവാ ACL എന്താണ് എന്നുള്ളത്. അപ്പോൾ ACL എന്താണ് എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടാകുന്ന ട്രാഫിക്കിനെ നിയന്ത്രിക്കാനുള്ളതാണ്. ഒരു സെക്യൂരിറ്റി ഫീച്ചറാണ്. അപ്പോൾ ഞാൻ ആദ്യം പറയട്ടെ, നമ്മുടെ റൂട്ടിംഗ് വരെയുള്ളതിൽ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ പോകുന്ന ഒന്ന് രണ്ട് കാര്യം പറഞ്ഞുതരാം. ഒന്ന്, നമ്മൾ OSI ലെയർ എന്ന് പറയുന്ന ഒരു ലെയറിനെ കുറിച്ചൊരു ക്ലാസ് ചെയ്യാനുണ്ട്. രണ്ടാമത്തത് പാസീവ് ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. മൂന്നാമത്തത് ലൂപ്പ് ബാക്ക് ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഈ മൂന്ന് കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വരും ക്ലാസ്സുകളിൽ അതിൻ്റെ വീഡിയോ ഉണ്ടാവും. ആ ഒരു 3 ടോപ്പിക്കാണ് ഞാൻ എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ ആക്സസ് ലിസ്റ്റ് പറഞ്ഞു പോയി, നമുക്കതിൻ്റെ ഇടയിൽ ഈ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോവാം. ഈ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് അല്ലെങ്കിൽ ACL എന്ന് പറയുന്നത് നെറ്റ്വർക്കിൽ ട്രാഫിക് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സെക്യൂരിറ്റി ഫീച്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെറ്റ്വർക്കിൽ ഉണ്ടാവുന്ന ട്രാഫിക്കുകൾ, ഇത് റൂട്ടർ അല്ലെങ്കിൽ ലെയർ 3 സ്വിച്ചിൽ വരുന്ന പാക്കറ്റുകളെ അല്ലെങ്കിൽ പോകുന്ന പാക്കറ്റുകളെ ബ്ലോക്ക് ചെയ്യണോ അലോ ചെയ്യണോ എന്നാണ്. എന്താണ് എന്ന് ഞാൻ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു റൂട്ടർ ഉണ്ട്. ഇപ്പം ഇവിടെ റൂട്ടർ ഉണ്ട്, ഇവിടെ വേറെ റൂട്ടർ ഉണ്ട്. ഈ 2 റൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിക്കണം. അപ്പോൾ ഇത് റൂട്ടർ 1, ഇത് റൂട്ടർ 2. ഈ റൂട്ടറിന് ഒരു ലാൻ ഇവിടെ ഉണ്ട്, ഈ റൂട്ടറിന് വേറൊരു ലാൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ റൂട്ടറിന് 2 ലാനാണ് ഉള്ളത്. ഈ റൂട്ടറിനും 2 ലാനാണ് ഉള്ളത്. ഇത് ലാൻ 1 എന്ന് വിളിക്കാം, ഇത് ലാൻ 2 എന്ന് വിളിക്കാം, ഇതിനെ ലാൻ 3 എന്ന് വിളിക്കാം, ഇതിനെ ലാൻ 4 എന്ന് വിളിക്കാം. നമുക്ക് 2 PC വീതം കൊടുക്കാം. ഇപ്പം ഞാൻ 2 PC വീതം വരയ്ക്കുന്നുള്ളൂ. ഒരുപാട് PC ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം നമ്മളിതിൽ OSPF റൂട്ടിങ് ചെയ്തു. ഏത് റൂട്ടിങ് വേണമെങ്കിലും ചെയ്യാട്ടോ. OSPF ചെയ്തു. ഇപ്പോൾ ഫുൾ കണക്ഷൻ ഉണ്ട്. ഈ ആക്സസ് ലിസ്റ്റ് എന്ന് പറയുന്ന സർവീസ് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ നെറ്റ്വർക്കിൽ ഉണ്ടാവുന്ന ട്രാഫിക്കിനെ നിയന്ത്രിക്കുക എന്നല്ല പറഞ്ഞേ. ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പം ഈ ഒരു 4 ലാനും തമ്മിൽ ഫുൾ കണക്ടിവിറ്റി ഉണ്ട്. ലാൻ 1 ലാൻ 2 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ലാൻ 1 ലാൻ 3 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ലാൻ 1 ലാൻ 4 ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. യഥാക്രമം പരസ്പരം അവർ ഇങ്ങോട്ടും തിരിച്ചു എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ
ഇപ്പൊ നെറ്റ്വർക്ക് അഡ്മിൻ ആയിട്ടുള്ള നമ്മൾ തീരുമാനിക്കുകയാണ്, ഈ ലാൻ 3 ഇല്ലേ, ലാൻ 3 ലാൻ 3 ലാൻ 1 കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. ലാൻ 3 ഏതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്? ലാൻ 1 കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. പക്ഷേ ലാൻ 3 ലാൻ 2 എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ റൂട്ടിംഗ് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം മറ്റു നെറ്റ്വർക്കുകളുമായിട്ട് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറൊരു നെറ്റ്വർക്കിനെ ബ്ലോക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ വേറൊരു കണ്ടീഷൻ പറയാണ്, ഇപ്പൊ ഇതിലെ ലാൻ 2 ഒരു 2 പി സി, ഈ 2 പി സി, വേറെയും പി സികളുണ്ട്, ഈ 2 പി സികൾ മാത്രം ലാൻ 4 കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. അപ്പൊ ആ 2 പീസുകൾ മാത്രം ലാൻ 4 ലാൻ 4 ഇരിക്കുന്ന ഒരു പി സി ആയിട്ട് എന്ത് ചെയ്യില്ല? കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. പക്ഷെ മറ്റു പീസുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, മറ്റ് ലാനുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇങ്ങനെ നമ്മുടെ നെറ്റ്വർക്കിന് മുകളിൽ നമ്മൾ നിയന്ത്രണം കൊണ്ടുവരുന്ന സർവീസിന് പറയുന്ന പേരാണ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു നെറ്റ്വർക്കിനെ മുഴുവനായിട്ടും വേറൊരു നെറ്റ്വർക്കിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പീസുകളെ മാത്രം ഒരു നെറ്റ്വർക്കിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ നെറ്റ്വർക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ റെസ്ട്രിക്ഷനും നമ്മൾ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയുന്ന സർവീസിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നെറ്റ്വർക്കുകളെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, സർവീസുകൾ, ഇപ്പൊ നമ്മുടെ കമ്പനിയിൽ ഇവിടെ ഒരു സർവർ ഉണ്ടെന്ന് വിചാരിക്കുക. സർവർ നമ്മൾ പറഞ്ഞല്ലോ, സർവറിന്റെ ക്ലാസ്സിൽ, സർവർ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ്സിൽ സർവറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇത് വെബ് സർവർ ആണെന്ന് വിചാരിക്കുക. വെബ് സർവർ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് ഹോൾഡ് ചെയ്യുന്ന സർവറാണ് വെബ് സർവർ. ഈ വെബ് സർവർ എല്ലാവർക്കും പെർമിഷൻ ഉണ്ട്. ഞാൻ തീരുമാനിക്കുവാണ് ലാൻ 3 ആ വെബ് സർവർ കിട്ടരുത്. അപ്പൊ ഈ ലാൻ 3 ഇരിക്കുന്ന ഒരു പീസുകൾക്കും നമ്മുടെ കമ്പനിയിലെ വെബ് സർവർ കിട്ടില്ല. അങ്ങനെ സർവറുകളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, സർവീസുകളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, പീസുകളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, നെറ്റ്വർക്കിനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറൊരു നെറ്റ്വർക്കിലോട്ട്. ഇങ്ങനെ നമ്മുടെ നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ നെറ്റ്വർക്കിലെ ഡിവൈസുകളുടെയും കൺട്രോൾ ചെയ്യുന്നത് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് അഥവാ ACL എന്ന് പറയുന്ന സർവീസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ACL ആണ് നമ്മുടെ നെറ്റ്വർക്കിന് മുകളിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത്. ആ ടോപ്പിക്കാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. റൂട്ടർ അല്ലെങ്കിൽ ലെയർ 3 സ്വിച്ചിൽ, ലെയർ 3 സ്വിച്ച് എന്താന്ന് വെച്ചാൽ, നമ്മുടെ സാധാരണ ഒരു OSI ലെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് കവർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ 7 ലെയറാണ് ഉള്ളത്. അത് ഒന്നുമില്ല, ഡാറ്റകൾ എങ്ങനെ സഞ്ചരിച്ച് വേറൊരു ഡെസ്റ്റിനേഷനിലോട്ട് എത്തുന്നു എന്നുള്ളതിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ് ഈ OSI ലെയർ എന്ന് വിളിക്കുന്നത്. അതിൽ ലെയർ 2 സ്വിച്ച് വരുന്നത്, ലെയർ 3 വരുന്നതാണ് റൂട്ടർ. ലെയർ 3 ഉപയോഗിക്കുന്ന റൂട്ടറുകൾ ഉണ്ട്. ബേസിക് റൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്ന സ്വിച്ച് ഉണ്ട്. ലെയർ 3 സ്വിച്ച് എന്നാ വിളിക്കുക. ആ ലെയർ 3 സ്വിച്ചിൽ നമുക്ക് ഇപ്പോൾ ഇന്റർവ്യൂലാനൊക്കെ ചെയ്യുവാണെങ്കിൽ ലെയർ 3 സ്വിച്ച് ആണെങ്കിൽ നമുക്ക് ഇന്റർവ്യൂലാൻ്റെ ആവശ്യമില്ല. കാരണം ലെയർ 3 സ്വിച്ചിൽ ബേസിക് ആയിട്ടുള്ള റൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ റൂട്ടർ അല്ലെങ്കിൽ ലെയർ 3 സ്വിച്ചിൽ ോട്ട് വരുന്ന പാക്കറ്റുകൾ എന്താ? വരുന്ന ഡാറ്റ പി സികളിൽ നിന്ന്. അപ്പോൾ നമ്മൾ പിങ് അടിക്കുമല്ലോ, പിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ അടിക്കുമല്ലോ. അപ്പോൾ വരുന്ന ആ പാക്കറ്റുകളില്ലേ, ആ ഡാറ്റകൾ, ഇതിനെ അലോ ചെയ്യണോ ബ്ലോക്ക് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാണ് തീരുമാനിക്കുന്നത്? ഈ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സർവീസ് ഉപയോഗിച്ചിട്ടാണ്. ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്താ? ഒരു സെക്യൂരിറ്റി ഗാർഡ്, ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു ബിൽഡിംഗ്, ഒരു ഓഡിറ്റോറിയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന ഒരു ഇതാണ്. അവിടെ ഗേറ്റിന്റെ അവിടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ടാവും. അതിൽ ഞാൻ പോയിട്ട് സെക്യൂരിറ്റി എടുത്തൊരു ലിസ്റ്റ് കൊടുത്തിട്ട് 4 പേരുടെ ഫോട്ടോ കൊടുത്തിട്ട് പറയാണ്, ഈ 4 പേരെ വന്നാൽ കടത്തി വിടരുത്, ബാക്കിയുള്ള എല്ലാവരെയും കടത്തി വിടണം. അപ്പൊ ഓരോ ആൾക്കാർ വരുമ്പോഴും ഈ സെക്യൂരിറ്റി ഗാർഡ് എന്ത് ചെയ്യും? നോക്കും, ആ ഫോട്ടോ വെച്ച് മാച്ച് ആവുന്നുണ്ടോ നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ കടത്തി വിടും, മാച്ച് ആവുന്നുണ്ടെങ്കിൽ അവിടെ തടഞ്ഞു നിർത്തും അല്ലേ? ഒരു സെക്യൂരിറ്റി ഗാർഡ് ഒരു ബിൽഡിങ്ങിലേക്ക് ആരെയൊക്കെ കയറ്റണം ആരെയൊക്കെ തടയണം എന്ന് തീരുമാനിക്കുന്നത് പോലെ ഒരു റൂട്ടർ അതിന്റെ നെറ്റ്വർക്കിലോട്ട് ഏതൊക്കെ പാക്കറ്റുകളെ കടത്തിവിടണം, ഏതൊക്കെ പാക്കറ്റുകളെ ബ്ലോക്ക് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന സർവീസാണ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ്. നമ്മുടെ നെറ്റ്വർക്കിന് മുകളിൽ നിയന്ത്രണം കൊണ്ടുവരുന്ന ഒരു സർവീസിന് പറയുന്ന പേരാണ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ നെറ്റ്വർക്കിന്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാനാണ്. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ് കാര്യങ്ങളൊക്കെ, നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നെറ്റ്വർക്കിൽ കയറി ആരെങ്കിലും ഡാറ്റ ആക്സസ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ ആക്സസ് ലിസ്റ്റ് വഴി നമുക്ക് തടയാനായിട്ട് സാധിക്കും. നമുക്കൊരു ഹോസ്റ്റിനെ ബ്ലോക്ക് ചെയ്യാം. ഒരു ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ പി സികളെ ബ്ലോക്ക് ചെയ്യാം. ഒരു നെറ്റ്വർക്കിനെ മുഴുവനായിട്ടും ബ്ലോക്ക് ചെയ്യാം. സർവീസുകളെ മാത്രം, DHCP, DNS പോലെ അല്ലെങ്കിൽ ഫയൽ സെർവർ പോലുള്ള സർവീസുകളുണ്ട്. എന്തൊക്കെയാണ് DHCP സെർവർ, DNS സെർവർ എന്നൊക്കെ നമ്മുടെ സെർവറിന്റെ ക്ലാസ്സിലുണ്ട്. അപ്പൊ നമ്മുടെ കമ്പനിയിൽ വെബ് സെർവർ ഉണ്ടെങ്കിൽ ആ വെബ് സെർവറിനെ ബ്ലോക്ക് ചെയ്യാം.
അപ്പോൾ ആ ഒരു വെബ് സെർവർ മാത്രമേ ആ നെറ്റ്വർക്ക് ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ ബ്ലോക്ക് ചെയ്യുന്ന അവർക്ക് ആ വെബ് സെർവർ കിട്ടില്ല. ഇങ്ങനെ നമ്മുടെ സർവീസുകളെയൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന സർവീസിന് പറയുന്ന പേരാണ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. എവിടെയാണ് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞു റൂട്ടിൽ ചെയ്യാം, ലെയർ 3 സ്വിച്ചിൽ ഉപയോഗിക്കാം, ലെയർ 3 സ്വിച്ച് അല്ലെങ്കിൽ ഫയർവാൾ. പിന്നെ ഫയർവാൾ ഇതിനായിട്ടുള്ളതാ, ഫിൽട്ടറിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട് മാത്രം. നമ്മുടെ നെറ്റ്വർക്കിന്റെ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കാനാണല്ലോ ഫയർവാൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫയർവാൾ ഈ 3 സ്ഥലങ്ങളിലാണ് നമുക്ക് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ത് ചെയ്യുന്നത്, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്താ ചെയ്യുന്നത്, എങ്ങനെ പ്രവർത്തിക്കുന്നു? ഒരു റൂട്ടറിലോട്ട് ഒരു പാക്കറ്റ് വരുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള ആക്സസ് ലിസ്റ്റുമായിട്ട് പരിശോധിക്കുന്നു. നമ്മൾ ക്രിയേറ്റ് ചെയ്ത റൂളുമായിട്ട് മാച്ച് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പെർമിറ്റ് ആണോ ഡിനേ ആണോ ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കും. അങ്ങനെ വരുന്ന ഓരോ പാക്കറ്റുകളെയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ഓരോ പാക്കറ്റിനെയും ഓരോ റൂളുകൾ എടുത്ത് ഇങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെ അത് നോക്കിയിട്ട് ആണ് കടത്തിവിടുന്നത് അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുക. അപ്പൊ നമുക്ക് ആക്സസ് കൺട്രോൾ ലിസ്റ്റിൽ പ്രധാനമായിട്ടും ആരെയൊക്കെ പെർമിറ്റ് ചെയ്യണമെന്ന് വേണമെങ്കിൽ തീരുമാനിക്കാം, ആരെയൊക്കെ ഡിനേ ചെയ്യണമെന്ന് തീരുമാനിക്കാം, സോഴ്സ് ഐ പിനെ വേണോ, ഡെസ്റ്റിനേഷൻ ഐ പി വേണോ, ഏത് പ്രോട്ടോകോൾ ആണ്, ഏത് പോർട്ട് നമ്പറാണ്. പോർട്ട് നമ്പറും പ്രോട്ടോകോളൊക്കെ, പോർട്ട് നമ്പറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. ഓരോ സർവീസുകൾക്കും ഓരോ പോർട്ട് നമ്പർ ഉണ്ട്. വെബ് സെർവർ, DHCP സെർവർ, DNS സെർവർ ഒക്കെ നമ്മുടെ കമ്പനിയിൽ ഉണ്ടെങ്കിൽ അതിനൊക്കെ പോർട്ട് നമ്പർ ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുന്നുള്ളൂ. ഈ പോർട്ട് നമ്പർ ഒക്കെ വെച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്രധാനമായിട്ടും 2 ആക്സസ് ലിസ്റ്റ് ഉള്ളത്, ഒന്ന് സ്റ്റാൻഡേർഡും രണ്ടാമത്തെ എക്സ്റ്റൻഡഡും. സ്റ്റാൻഡേർഡ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആക്സസ് ലിസ്റ്റ് എന്ന് പറയും. സോഴ്സ് ഐ പിനെ മാത്രം ബ്ലോക്ക് ചെയ്യുള്ളൂ. എക്സ്റ്റൻഡഡ് എന്താ, എക്സ്റ്റൻഡഡ് സോഴ്സിനെ, ഡെസ്റ്റിനേഷനെ, പ്രോട്ടോകോള്, പോർട്ട് നമ്പർ ഒക്കെ ബ്ലോക്ക് ചെയ്യും. അതൊക്കെ വെച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡിനെക്കാട്ടും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള വെർഷൻ ആണ് എക്സ്റ്റൻഡഡ്. ഇത്രയാണ് ആക്സസ് ലിസ്റ്റിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഇത് ജസ്റ്റ് തിയറി പറഞ്ഞു എന്നുള്ളൂ. ഇനി പ്രാക്ടിക്കൽ എടുക്കുമ്പോൾ ഞാൻ ഇതിനെക്കാട്ടിയും കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. CCN ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവാതെ വരികയോ അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ എനിക്ക് എൻ്റെ ക്ലാസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ സർവറിന്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്